വിശദമായ വാർത്തയിലേക്കാണ്. സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമാകും. ധാതുമേഖലയിലടക്കം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കവും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനവും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം അഴിമതിക്കുള്ള നീക്കമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസിനുള്ളിലും ശക്തമായ വിയോജിപ്പുണ്ട്. അപർണയുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം നിയമസഭയിൽ ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ചകൾക്ക് തുടക്കമാവുകയാണ്. ധാതുമേഖലയിലടക്കം സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള നീക്കവും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമെന്ന പ്രഖ്യാപനം അടക്കം സഭയിൽ ഉന്നയിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ കല്ലുകടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണോ സാധ്യത? തീർച്ചയായും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് നിയമസഭയിൽ തുടക്കം കുറിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി അളവും ധാതു സംസ്കരണത്തിലെ സ്വകാര്യ പങ്കാളിത്തവും പ്രധാന ചർച്ചയാകും. രണ്ട് വിഷയങ്ങളും ശക്തമായ എതിർപ്പുന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ രണ്ട് തീരുമാനങ്ങളും കോൺഗ്രസിനുള്ളിലും എതിർപ്പ് ഉയർന്നിരുന്നു. വിവാദങ്ങൾക്കിടെ എക്സൈസ് മന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടേക്കും. കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് രണ്ട് വിഷയങ്ങളും എതിർപ്പ് ഉന്നയിച്ച് കത്ത് അയച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിൽ വകുപ്പ് മന്ത്രി എം ലിജു അറിഞ്ഞിട്ടില്ലെന്നും വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം എതിർപ്പുന്നയിച്ച വിഷയം അധികാരത്തിലേറിയ ആദ്യ ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സഭയിൽ ഇതിൽ വ്യക്തമായ ഒരു എതിർപ്പ് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഈ എതിർപ്പ് നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇതിന് മറുപടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുക എന്ന കാര്യമൊക്കെ തന്നെ ഇന്ന് പ്രധാനമായിരിക്കും. ശരി, വ്യക്തമാണ്. അപർണയാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പുനഃപരീക്ഷയിലും വൻ ക്രമക്കേട്. ബീഹാറിൽ ആൾമാറാട്ടം നടത്തിയത് 9 പേർ പിടിയിൽ. ഉത്തർപ്രദേശിലും ക്രമക്കേടിൽ വിദ്യാർത്ഥി അറസ്റ്റിൽ. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും നീറ്റ് പുനഃപരീക്ഷയെങ്കിലും നീറ്റാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാൽ വ്യാപക ക്രമക്കേടിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് തുടർ നടപടി? ആദ്യത്തെ പരീക്ഷയിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് റദ്ദാക്കി പുനഃപരീക്ഷ ക്രമീകരിച്ചിരുന്നത്. അതിൽ നിന്നും വൻ ക്രമക്കേടും ഗൗരവകരമായ പരാതികളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ബീഹാറിൽ നിന്നാണ് അത്തരം പരാതികൾ ഉണ്ടായിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനം എങ്ങനെയാണ്? അവിടെ ഒരു ക്രിമിനൽ സംഘം തന്നെയുണ്ട് ഇത്തരത്തിൽ പരീക്ഷ എഴുതാനായി. അത്തരത്തിൽ പരീക്ഷ എഴുതിയ 12 പേരിൽ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 12 പേരെയും ബീഹാർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ നിന്നും 9 പേർ കുറ്റം ചെയ്തതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് അവരെ പിടികൂടിയിരിക്കുന്നത്. അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസ് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. ഇത് ബീഹാറിൽ മാത്രം ചുരുങ്ങുന്ന കാര്യമല്ല. ഉത്തർപ്രദേശിലും ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നതായും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു വിദ്യാർത്ഥിയുടെ അടിവസ്ത്രത്തിൽ നിന്ന് സിമ്മും അതോടൊപ്പം തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷയുടെ പഴയ ചോദ്യപേപ്പറും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് എന്തിനാണ് ഈ വിദ്യാർത്ഥി ഇത്തരം ഈ സിമ്മും അതോടൊപ്പം തന്നെ പഴയ ചോദ്യപേപ്പറും കയ്യിൽ കരുതിയിരുന്നത് എന്നതിനെക്കുറിച്ചും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. അങ്ങനെ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പരാതികളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ഇതിൽ ജാഗ്രതയോടെയും വലിയ സുരക്ഷയോടെയുമാണ് ഈ പരീക്ഷ നടത്തുന്നതെന്നാണ് NDA വ്യക്തമാക്കിയത്. പക്ഷേ അവസാന ഘട്ടത്തിൽ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ പരാതികളും ഉയർന്നു വരുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികളെല്ലാം വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ആദ്യത്തെ പരീക്ഷ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷ റദ്ദാക്കുന്നതെല്ലാം ഉണ്ടായ സാഹചര്യമാണ്. അപ്പോൾ വീണ്ടും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായതെന്നതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ഒരു ചർച്ചയാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഇത്തരം അറസ്റ്റുകൾ ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികളും ഉയർന്നു വരികയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട CJP നടത്തുന്ന പ്രതിഷേധം തുടരുന്നു. ജന്തർ മന്ദറിൽ ഇന്ന് വൈകിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ സമരത്തിൽ പങ്കാളികളാകുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദിപ്കെ അറിയിച്ചു. CJP നേതാക്കൾ സമരത്തെ പിന്തുണയ്ക്കുന്ന ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം യോഗം ചേർന്ന തുടർ സമര പരിപാടികൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ജന്തർ മന്ദറിൽ നിന്ന് പിരിഞ്ഞു പോവാൻ ഇന്നലെ വൈകിട്ട് പോലീസ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും സമരവുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനമെന്ന് അഭിജിത് ദിപ്കെ അറിയിച്ചു. സാധാരണ ജനങ്ങളെ സമരത്തിൽ പങ്കെടുപ്പിച്ച് ഇന്ത്യ മുഴുവൻ സമരം കൂടുതൽ ശക്തമാക്കാനാണ് CJPയുടെ തീരുമാനം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പുറമെ NDA പിരിച്ചുവിടണമെന്നതുകൂടി ആവശ്യങ്ങൾക്ക് കൂടെ ചേർക്കണമെന്നും അതിനാൽ പ്രതിഷേധിക്കണമെന്നാണ് ഇടത് സംഘടനാ നേതാക്കൾ CJP അറിയിച്ചിരിക്കുന്നത്. സമരത്തിന് നേരെ ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നിരീക്ഷണങ്ങളാണ് ഉണ്ടാവുന്നതെന്നും സമരപന്തലിൽ പ്രതിഷേധക്കാർക്ക് വെള്ളവും പഴങ്ങളും നൽകുന്നവരുടെ തിരിച്ചറിയൽ രേഖകളും വിലാസവും ശേഖരിക്കുന്നുണ്ടെന്നാണ് അഭിജിത് ദിപ്കെ പറയുന്നത്.